വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കൽക്കി 2898 AD എന്ന സിനിമയുടെ തേർഡ് പാർട്ടാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് മസ്റ്റായി പോയി കാണുക. എന്നാൽ മാത്രം നമ്മുടെ സിനിമയുടെ കണ്ടിന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ദീപികനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഗർഭിണിയാണ്, പക്ഷേ അവൾ ഹൈഡ് എടുത്തും ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ കൂടെയുള്ള ഒരു പെണ്ണ് കണ്ടു, അതുപോലെ അവിടുത്തെ ഒരു ചെക്കനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. അവൾ നേരെ പിടിച്ച് അടച്ചു കേട്ടോ. സാധാരണ കുട്ടികളെക്കാൾ കൂടുതലാണ്. ഇത്ര വേഗത്തിൽ വളർന്നാൽ ആഴ്ചകൾക്കുള്ളിൽ ഡെലിവറി ഉണ്ടാകും. സുപ്രീമിന് കുട്ടികളെ വളർത്തണമെന്നൊന്നുമില്ല. ഇവിടെ എക്സ്ട്രാക്ഷൻ റെഡിയാക്കുക. എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. അത് സിറം എടുക്കാൻ. അക്ഷരത്മാൻ ഇവിടെയുള്ള കുട്ടി. ബ്ലഡ് അവർ ഷൂട്ട് ചെയ്തല്ലേ, എന്നിട്ട് മരിച്ചില്ലേ? എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് റായ. നിങ്ങളെ പോലെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല സൂപ്പർ ഫൈറ്റ് ആയിരുന്നു. റെബൽസിന് നിങ്ങളെ പോലെ ഒരു സോൾജിയറെ കിട്ടിയാ ഈസി ആയിട്ട് യുദ്ധം ചെയ്യിക്കാലോ. യുദ്ധത്തിൽ കേവലം മൃത്യുവാണ് ജയിക്കുന്നത്. ഇതെന്റെ യുദ്ധമല്ല. ഹലോ, ഇവിടുന്ന് എത്ര നാളായി പുറത്തിറങ്ങിയിട്ട്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാത്തോണ്ടാ. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. ഒരേ ഒരാൾക്ക്. ഒരു എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടു. സുപ്രീം 150 days വേണമെന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ നീ ഇപ്പോ ഞാൻ തന്നെ ഈ സിറം സുപ്രീമിന് കൊടുക്കും. എക്സ്ട്രാക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇതെന്ത് സ്വപ്നം കാണുന്നത്? മുപ്പത്തൊന്ന് എളുപ്പപ്പെടുത്തി.
മെസ്സേജ് അയച്ചിട്ട് അത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആളുകളെന്ന് പറഞ്ഞ അപ്പൊ നീ ആരാ? ഞാനൊരു റെബല ഫ്രം ഷംബാല. 2 years ആയി ലാബ്രസ് പ്രയോഗിക്കുക. എന്റെ കണ്ണൂരിൽ വെച്ച് ഇത്രയും ക്രൂരതകൾ നടന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ വിഷം വേറെയെന്ന് മനസ്സ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ വേറെ വലിയ കൂടുതലാണ് ഫസ്റ്റത്തെ കളറുണ്ടല്ലോ. ഏറ്റവും വലിയ വിഷം എന്ന് തോന്നുന്നു. മനുഷ്യന് വില പോയി. അല്ലെങ്കിൽ ഇതിന് ഒരു വിലയില്ല. അതിന് നല്ലൊരു മനസ്സ് വേണം ബുജി. ഇതൊക്കെ ഒരു ഡ്രിങ്ക അവർക്ക് കോംപ്ലക്സിലുണ്ട്. ഞാൻ മനസ്സിലാക്കാം. അപ്പൊ എനിക്ക് ഡ്രിങ്ക് നീ മനസ്സിലാക്കണ്ടേ? അതല്ലേ മനസ്സ്. അവനെ പറ്റിച്ച് എന്റെ ഫ്യൂച്ചർ എന്താവും ബുജി? ഞാൻ ഇനി എത്ര കാലം ഈ ലോകത്തിൽ കൂടെ നിനക്ക് നിന്റെ ഫ്യൂച്ചർ അറിയണമെന്നുണ്ടോ? 50 minutes only. 50. ആദ്യം പറ, എന്നിട്ട് നോക്കാം. ഈ ഭൈരവന്റെ ഫ്യൂച്ചർ ഒന്ന് പറ. ഇങ്ങനെയൊരു കാർഡ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല. നിന്റെ ലൈഫ് മാറാൻ പോവാ. എല്ലാ ഫ്രോഡുകളും ഒരിക്കലും വിശ്വസിക്കരുത്. നോക്കൂജി, നമ്മുടെ കൾച്ചറിനെ വില കുറച്ച് കാണാൻ നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. നിനക്കൊരു തടസ്സം വരാൻ പോകും. താൻ വേറെ ഫ്രോഡാ ബാബുജി. നോക്കോ കാശിനടിയ മുഴുവൻ ടെറസ. അത് കോംപ്ലക്സ് പോലും അറിയില്ല. അവരറിയാത്ത ലാബിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഈ ഒരൊറ്റ വഴിയുള്ളൂ. അവിടെ ആ ടണ്ണിന്റെ അടുത്തായിട്ട് നമ്മുടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സെക്യൂരിറ്റി കാർഡ്. എനിക്കൊന്നും സംഭവിക്കില്ല. രണ്ടുപേർക്കും ഗുഡ് ലക്ക്. അണ്ടർ കവർ അതിന് ശേഷം ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തു. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിനായിരിക്കും. എന്തായാലും നമുക്ക് ആദ്യം നോക്കാം. വാ. ഇപ്പൊ തന്നെ ഒരു വണ്ടി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമുക്കിപ്പോ ശമ്പളിലേക്ക് തിരിച്ചു പോകണം. എന്തോ സംഭവിക്കുന്നുണ്ട്. ആണോ? എന്ത്? ഈ ഗംഗയിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലാതാകുമ്പോ എന്തൊക്കെയാ പറയുന്നേ? ഓ, ഇവൻ്റെ തലയിലുള്ള മണി ഇട്ടോ അത് പ്രകാശിക്കാൻ തുടങ്ങി. ശിവമണി സമയമായിരിക്കുന്നു. എന്തിനുള്ള സമയം? അധർമ്മത്തെ
സ്പീഡും ഉപയോഗിച്ച് നടക്കുമ്പോൾ ഈ മാറിപ്പോവാനൊക്കെ നീയൊക്കെ എന്നെ പറ്റി എന്താ കരുതി? ആരോടാ നീയൊക്കെ ഇത് ചോദിക്കുന്നെന്ന്? ഈ ഞാൻ സത്യത്തിലാകാന്ന് വിക്രമി ഭയങ്കരമാ. എങ്ങോട്ടാ പോകുന്നേ? ശരിക്കും ആരാ നിങ്ങൾ? ദ്രോണാചാര്യരുടെ പുത്രൻ ഭീഷ്മ. എനിക്ക് എന്താ പവറുണ്ട് കേട്ടോ. വന്നു കാശിയിലെ ദൈവം തിരിച്ചു വന്നു. സത്യത്തിൽ വിശ്വാസം എന്നൊരു ബന്ധമൊന്നുമില്ല. സമയമാകുമ്പോൾ അത് താനേ കണ്ണുകളിൽ കയറും. ഈ കഥകളെല്ലാം സത്യമാവും. ദൈവം നിശ്ചയമായും വരും. എന്തോ സംഭവിക്കുന്ന പൂജി. കാരണം മൊത്തം കത്തിപ്പോയല്ലോ. അപ്പൊ ഞാൻ പോയി കണ്ടുപിടിക്കണം. ഒരു കാരണവശാൽ ഈ കാര്യം ആരും അറിയാൻ പാടില്ല. നിങ്ങളെ കാണുന്ന എന്തിനാ ഈ മഞ്ഞാണോ? അറിയില്ല സാർ. ഈ അടുത്ത് കാശിയിലോ ലാബിലോ അന്വേഷണം എന്തെങ്കിലും നടന്നിരുന്നോ? ഇതെന്താ? ഗാന്ധിയോൻ എന്നുവെച്ചാൽ The Creator, ബ്രഹ്മാവ് സ്വയം സൃഷ്ടിച്ചെടുത്ത ആയുധം. ഇത് ഉപയോഗിക്കാൻ അറിയുന്നവനെ ദൈവത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയില്ല. ആണോ? യന്ത്രം പോലും നിൽക്കുന്നില്ല, പൊക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി മുതൽ ഒരു മനുഷ്യനോ മിഷ്യനോ ഇതുവരെ കഴിയുന്നില്ല. എന്തോ സംഭവിക്കുന്ന മനസ്സ് നമ്മൾ അലർട്ടായിരിക്കണം. എല്ലാത്തിനും ഒരു സയന്റിഫിക് റീസൺ എന്തായാലും ഉണ്ടാവും. ഇത് നമുക്കറിയാവുന്ന സയൻസ് ഒന്നും അല്ല മനസ്. ഏതോ പുതിയ പവറിന്റെ അവർ കൊണ്ടുപോയി ബുദ്ധിക്കണം. ഓക്സിജൻ പോലും ഇല്ല. ലില്ലിക്ക്
എന്നെ എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? അറിയില്ല. ലാബിൽ അവരെന്താ ചെയ്യുന്നത്? പ്രോജക്ട് എന്ന് വെച്ചാൽ എന്താ? എല്ലാത്തിനും ഇങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞ ചോദിച്ചാൽ ഉത്തരം പറ. സൂക്ഷിച്ച് കുറച്ച് വന്നു. ഒരു പ്രഗ്നന്റ് ലേഡി അവസാനമായിട്ട് കണ്ടത് എപ്പോഴാന്നല്ലോ ഓർമ്മയില്ല. പാവം പേടിച്ചിട്ടുണ്ടാവല്ലേ. എല്ലാത്തിനും അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ പറയും എപ്പോഴും പറയാറില്ല ഒരു കഥ. അതിന് പറയാറുള്ളത് ഇവരെ കുറിച്ചാക്കിയല്ലേ? അറിയില്ല. എല്ലാത്തിനും ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പോയി ഒരു ഹായ് പറഞ്ഞിട്ട് കാണാൻ കുറച്ച് ടഫാന്നേ ഉള്ളൂ. വീടിനാള് പാവാ. നീ ഇവിടെ നിന്ന് വീട്ടിലോ? എന്നെ നിങ്ങൾ ഇങ്ങോട്ടേ കൊണ്ടുപോകേ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ വയറ് വെച്ച് നിങ്ങൾ എവിടെ പോയാൽ അത് ഡേഞ്ചറാണ്. സോ നമുക്ക് ഷമാലിലേക്ക് പോവാം. അവിടെ നിങ്ങളും ബേബിയും സേഫ് ആയിരിക്കും ഉറപ്പാണ്. ഞാനൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ. സോറി, അത് പണ്ട് തൊട്ടേ മറിയം വരുന്ന കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാളായിട്ട് കാത്തിരിക്കാം. എനിക്ക് വേണ്ടിയോ? മറിയം മാത്രമല്ല, അവരുടെ അമ്മ, അമ്മമ്മ, അങ്ങനെ എല്ലാവരും കാത്തിരിക്കായിരുന്നു. ഇങ്ങനെ ഒരാൾ വരുന്നു ഞങ്ങൾക്ക് അറിയായിരുന്നു. അല്ല, നിങ്ങളുടെ പേരെന്താ? ഇനി അതും അറിയില്ല എന്ന് മാത്രം പറയരുത്. ഞങ്ങൾക്ക് പേരൊന്നുമില്ല. ഓ, സുമേറ്റി. ഹായ്, എന്റെ പേര് കയറ. എന്റെ അച്ഛനിട്ട് പേരാ. ഏതോ ഭാഷയിൽ കൂടുതലാക്കുന്നൊക്കെ അർത്ഥം. പക്ഷെ ഞാൻ ജനിച്ചതിന് നെക്സ്റ്റ് ഡേ കോംപ്ലക്സ് റേഡില് അച്ഛൻ മരിച്ചു. അച്ഛന് ഞാൻ അത്ര ലക്കിയായിരുന്നില്ല തോന്നുന്നു. പിന്നെ ഇവൻ ഒരു സൈക്കോനെ പോലെ അവിടെ നിന്ന് കൺക്ലീൻ ചെയ്ത കണ്ടില്ലേ? ഇവരുടെ പേര് അച്ഛൻ, എന്റെ പാർട്ണർ. പാർട്ണർ? ഹാ, പാർട്ണർ വെച്ചാ ഹീസ് മൈൻ. ഒന്ന് ചിരിക്ക് രാജു, ചിരിക്ക് പ്ലീസ്. നമ്മുടെ കൂടെയുള്ള എത്ര ആളുകളെ അവർ കൊന്നുകളഞ്ഞത് കയറാം. കോംപ്ലക്സ് ഇവിടെ ഉള്ളത്തോളം എനിക്ക് ചിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നീ ഒന്ന് ചിരിക്കാച്ചു. അത് വേറെ ഇത് വേറെ. ചിരിക്കും. ആ കോംപ്ലക്സ് നശിപ്പിക്കാതെ എനിക്ക് ഒരിക്കലും ചിരിക്കാൻ പറ്റില്ല കയറാം. ഓക്കെ? എന്തൊരു ചാമിങ് ഫെലോ അല്ലേ? ഇവരിങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണമൊന്നും എനിക്കറിയില്ല. ഷംബാലയിൽ എത്തിയാലുണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ നോക്കാം. നിങ്ങളായിരിക്കും ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് കുഫാട്ടി. കുഫാട്ടി ചീഫ് ഫാട്ടി കല്യാണം എന്ന് വെച്ചാ ഓ റൈറ്റ്. നിങ്ങൾക്കിതൊന്നും അറിയില്ലെന്ന് ഞാൻ ഓർത്തില്ല. ഈ കല്യാണം എന്ന് വെച്ചാ ഒരു ഓ ട്രഡീഷനാണ്. ഒരുമിച്ച് തീക്ക് ചുറ്റും നടന്ന് ലൈഫ് ലോങ് ഒന്നിച്ച് ജീവിക്കാന്നുള്ള പ്രോമിസ് ചെയ്യണം. ചെയ്തിട്ട് 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 അത് തന്നെ. എന്നിട്ട് ഞങ്ങള് ഒരുമിച്ച് ജീവിക്കും. വീട്, കുട്ടികൾ, ഡോഗ്സ്. കുറച്ച് സില്ലി ആയിട്ട് തോന്നുന്നില്ലേ? ഇല്ല, എനിക്കങ്ങനെ തോന്നിയില്ല. ഇല്ലേ? നമുക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും കൊണ്ടാവട്ടെ. ഈ ഹ്യൂമാനിറ്റി മുഴുവൻ ഒരു ഫാമിലിയൊക്കെ തന്നെയാണ്. നല്ലതിനു വേണ്ടി ഫൈറ്റ് ഒക്കെ ചെയ്യണം, അതൊക്കെ ഓക്കെയാ. എന്നാ എന്തിനാന്ന് പറയാൻ ഒരാൾ വേണ്ടേ? നമ്മളെ ചേർത്ത് വിളിക്കാൻ ഇതുപോലെ കഴിയാം. ഇങ്ങനെ ചാരി എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഫീല് തന്നെ വേറെ. ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കണം. അവരുടെ പേര് SUMIT. ഇതെന്ത് പേരാ SUMIT? ഇങ്ങനെയൊക്കെ പേരിടും. SUMIT, സുമേറ്റി, സുമതി, 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 സുമതി. കുറച്ച് ഓൾഡ് ഫാഷനാ, എന്നാലും SUMITേക്കാളും ബെറ്ററാണ്. ചില സമയത്ത് ശക്തിയല്ല, ബുദ്ധി വേണം ഉപയോഗിക്കാൻ. Don't try to play around. Tell me, who are you? വിൽക്കാൻ പറ്റിയ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി ഇറങ്ങിയതാ സാറ്. ഇവിടെ കോമ്പറ്റീഷൻ കുറവല്ലേ?
ഒരു പെണ്ണ് ലാബിൽ രക്ഷപ്പെടുന്നുണ്ട് റബൽസിന്റെ സഹായത്തോടെ. ആ പെണ്ണ് എവിടെ നിനക്കറിയോ? ഞങ്ങൾ ആക്രിവിട്ട് ജീവിക്കുന്നവരാ സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. അവിടെ ഒന്നുമില്ല സാറേ, ഇന്നത്തെ ദിവസം വളരെ മോശം. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അല്ല സാർ, വേണമെങ്കിൽ ഞാൻ കുറച്ച് യൂണിറ്റ്സ്. ഇവിടെ പറഞ്ഞില്ല സാറേ. Just fly out from here. Clear out. ഞാൻ പറയുന്നത് സാർ, അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നും. നോക്കുമ്പോ കാണില്ല, പക്ഷെ ഉള്ളൊരാളുണ്ട് കേട്ടോ, ഒരു വലിയ പോലെ. ഹൺഡ്രഡ് കഴിച്ചു. അപ്പൊ നമ്മുടെ നായകൻ വരും, പ്രഭാസ്. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക, അവിടെ അത്രയും സ്ഥലമുണ്ട്, നിന്റെ ആ പാട്ടക്കകത്ത് സ്ഥലമുണ്ട്, അവിടെ ഞാൻ പോയി കിടക്കാതെ വെറുതെ എന്നെ ശല്യപ്പെടുത്തുന്നില്ല. എന്റെ ലൈഫ് അവിടെ. ഞാൻ കോംപ്ലക്സിലെത്തി അവിടെ എന്താ ചെയ്യാന്നറിയാം. നീ അവിടെ പോയി എന്തെങ്കിലും ഉണ്ടാക്കണം, എന്റെ വാഴകളാ മൂടുകളല്ലേ. ഞാൻ കോംപ്ലക്സിലെത്തി അവിടെ കിലോ കണക്കിൽ ഫ്രഷ് എയർ ശ്വസിക്കും. എന്റെ ഫുഡ് നീ കയറ്റും, എന്റെ ബെറ്റിക്കാൻ മലന്ന് കിടക്കും. മിച്ചുള്ള ഈ ഓക്സിജനെങ്കിലും എനിക്ക് കാണാം. നമുക്ക് രണ്ടുപേർക്ക് അണ്ടർസ്റ്റാൻഡിംഗ് എത്താം. ഏതെങ്കിലും ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് നമുക്ക് സെറ്റിൽ ആയിക്കോട്ടെ. എന്നെ എത്രയാണ് ഇവിടെ കൊല്ലാൻ പറഞ്ഞത്? അല്ലെങ്കിൽ തന്റെ കൂടെ ആരാവിടെ നിൽക്കാൻ പോകും? ഒരു 1.5 പോക്ക്, ഒറ്റ ഷോട്ട്, നേരെ കോംപ്ലക്സിലേക്ക്. എന്നിട്ട് അവിടെ സന്തോഷമായിട്ട് ജീവിക്കും. എടാ, ഈ സന്തോഷം എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് വരും. വന്നു ഉള്ളിൽ നിന്ന് ശരിക്കും വന്നു ചുമയും കോരി. ഇവിടെ ഇരുന്നതൊക്കെ തന്നെ വരും. എനിക്കൊന്നും വരില്ല, ഞാൻ പോകുമ്പോ. ജാക്ക്പോട്ട് വന്നു മോനെ, ബൈക്ക് വെട്ടിക്കാനുള്ള പോട്ടുണ്ട്. പിടിക്കാൻ ആരൊക്കെ വരുന്നുണ്ട്. ഞാൻ പോയിക്കോളാം, നീ ഇവിടെ നിൽക്കും. Hey Sumati, don't worry, Kairav is lucky, remember? ഞാൻ ഇപ്പൊ വരാം. ഒരു 9 മാറിട്ടോ. വേറെ ആളും കൂടി വരുന്നുണ്ട്. മുട്ടതില്ല. പ്രഭാസിനൊപ്പം ഫസ്റ്റ് തല്ലുകൂടിയില്ല, അതില്ല.
പേടിച്ചു പോയോ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ ലക്കിയാണ്. ഓൻ്റെ കൈവിടാൻ വേണ്ടി പറയുന്നത് തോന്നുന്നു കേട്ടോ. ഒന്ന് ചിരിക്കണം. അവള് പൊട്ടിത്തെറിച്ചു കേട്ടോ, സ്വയം ബോംബായി. അശു അശു എന്ത് പറ്റി? പ്രഭാസ് വരുന്നുണ്ട് ഒന്നും കണ്ട്. Is in pursuit of bounty. We are off. Chances of success 0.18%. പക്ഷേ ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിക്കും. ഈ ചെറിയ തരം ഇത്രയും നെഗറ്റിവിറ്റി എന്തൊക്കെയായാലും ഞാനൊന്ന് നല്ല പോസിറ്റീവ് വൈബ്. ആരാണത്? രാജമൗലി ഡയറക്ടർ ബാഹുബലി. ഹായ് സർ, കണ്ടിട്ട് പറയാമല്ലോ. പൊട്ടൻസ് കളായിട്ട് എന്റെ അടുത്ത് ജോലിക്ക് വരാന്ന് പറഞ്ഞ് കാർ പാർട്സ് എടുത്തോണ്ട് പോയിട്ട് എന്നെ പറ്റിച്ച് നടക്കണല്ലേടാ. പാർട്സ് അല്ലേ സർ, ഒരു തന്നേക്കാന്നേ. പാർട്സ് കൊണ്ടുപോകാനല്ലടാ ഞാൻ വന്നേ, നിന്നെ കൊണ്ടുപോകാനാ. ഫുൾ സ്പീഡ്. We got a maximum speed. എന്നാ നീ ആ ഫ്ലൈറ്റ് മോഡൊന്ന് ഓൺ ചെയ്യും. അതിപ്പോഴും റെഡി ആയിട്ടില്ലേ? ഇന്നത്തെ ദിവസം just be positive. ഞാനാ പറയും ഫ്ലൈറ്റ് മോഡ് ഓൺ. ബോസ് പറയുന്നത് വിശ്വസിച്ചാൽ എല്ലാം താനെ ശരിയായിരിക്കും. Watch it, watch it. Flight system failure. Clear. ഇനി നെഗറ്റീവ് ആവാലോ. കരുതുന്നുണ്ട്. കുറേ ആൾക്കാരെത്തി. ആ പെണ്ണകത്തുണ്ട്, പോയി പിടിച്ചോണ്ട് വാ. എന്താ രക്ഷിക്കണമെന്നുണ്ടോ? അപ്പൊ നിന്നെ ഞാൻ രക്ഷിക്കും. അപ്പോൾ കൽക്കി 2898 എന്ന സിനിമയുടെ തേർഡ് പാർട്ടാണ് നമ്മളിവിടെ നോക്കിയത് കേട്ടോ. നമ്മുടെ ദീപിക പടുകോൺ നമ്മുടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. 150 ദിവസം പ്രഗ്നൻ്റ് ആയ ലേഡിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് സിറം എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ കമലഹാസന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവിടെ നിന്ന് അവൾ സാഹസികമായി രക്ഷപ്പെടുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീയാണ് രക്ഷപ്പെടുത്തുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മലയാളി നടിയൊക്കെ അതിലുണ്ട്, പക്ഷെ അവളൊക്കെ മരിക്കുന്നു. അവസാനം കുറേ ആൾക്കാരൊന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ.
ആ കാര്യമാണ് ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിൽ കണ്ടത്. ഇവിടുന്ന് തേടിയിട്ട് ഇപ്പോൾ നമ്മുടെ ബൗണ്ടി ഹണ്ടറായ നായകനും വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ നടക്കാൻ പോകുന്നുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് പാർട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർത്ത് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ താഴത്ത് കമൻറ്റായി രേഖപ്പെടുത്തും കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ.